മണ്ണിനെ മനസാലുഴുതു പൊന്മണി നീളെ വിതച്ചു ഉന്മത ഹൃദയം നന്നായി നീരലപേതു എന്നുള്ളിൽ നിന്നുള്ളിൽ പൊന്നറ തീർക്കുവാൻ എങ്ങെങ്ങും പൊൽകതിരായി സ്വപ്നം തീർക്കുവാൻ എന്നുള്ളിൽ നിന്നുള്ളിൽ പൊന്നറ തീർക്കുവാൻ എങ്ങെങ്ങും പൊൽകതിരായി സ്വപ്നം തീർക്കുവാൻ ഭീമാ 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 ഭീമ MG റോഡ് തിരുവനന്തപുരം, എളങ്കത്ത് കോംപ്ലക്സ് തിരുവനന്തപുരം. പേരിനെ സംബന്ധിച്ച് ഞാൻ എന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പോൾ രചന നാരായണൻകുട്ടി നോക്കുമ്പോൾ മുമ്പ് ഒരിക്കൽ കുറേ നാൾ മുമ്പ്, അതായത് മറിമായൊക്കെ ചെയ്ത് തുടങ്ങിയ ആ സമയത്ത് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് വേറൊരു ആക്ട്രസ്, ഭയങ്കര സെക്സി ആയിട്ടുള്ള ഒരു ആക്ട്രസ്, രചന മൗര്യ എന്നാണ് അവരുടെ പേര്. അപ്പം ഞാൻ എന്നായി പോയി ശരിക്കും. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ രചന എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ട്രസിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഞാനാണ്. ഓക്കെ, പിന്നെ രചന നാരായണൻകുട്ടി ആയത് ഞാൻ ഫിലിമിൽ വന്നതിന് ശേഷം. ശരിക്കും എൻ്റെ പേര് രചന M, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഫോം ഫില്ല് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ട് ഇന്നേ വരെ വന്നിട്ടില്ല. പിന്നെ എല്ലാവരും ചോദിക്കും രചന എന്ന് പറയുമ്പോൾ രചന രചിക്കാറുണ്ടോ, എഴുതാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും ഞാനങ്ങനെ എഴുതാറൊന്നുമില്ല. പക്ഷെ ഇപ്പം ആ സുഖം ഇത്തിരി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ചില കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു അസുഖമുണ്ട്. പിന്നെ 1-2 കവിതകൾ, കഥകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതാണ് രചിക്കലും ഞാനുമായിട്ടുള്ള ബന്ധം. പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് വലിയ പ്രശ്നമാണ്. കുറേ പേര് തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മുടെ മിമിക്രി ചെയ്യണ ഒരു ആക്ടറുണ്ട്, നാരായണൻകുട്ടി ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ മോളാണോ എന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് പറയും, എനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാണ്ടായോ, നീ വല്ലവരുടെ മോളാന്നുള്ള പേരിലാണോ പറയപ്പെടുന്നതെന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ളതുണ്ട്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, ഇല്ല, ആ നാരായണൻകുട്ടിയുടെ മോളല്ല, ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ മിണാലൂരിലെ ഒരു കൃഷിക്കാരനായ എൻ്റെ അച്ഛൻ നാരായണൻകുട്ടിയുടെ മോളാണ്. അങ്ങനെ വരാറുണ്ട്. അങ്ങനെ പുലിവാലികളൊന്നും ഈ പേര് കൊണ്ട് ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് എനിക്ക് നല്ല കാര്യങ്ങൾ തന്നെയാണ് രചന എന്നുള്ള പേര് കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും രസം അതൊന്നുമല്ല, എൻ്റെ പേരിനേക്കാളും ഹിറ്റ് എൻ്റെ ഏട്ടൻ്റെ പേരാണ്. ഏട്ടൻ്റെ പേര് രജനീകാന്ത് എന്നാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഭയങ്കര സ്റ്റൈലായിട്ട് പറയും, ഞാൻ രജനീകാന്തിൻ്റെ അനിയത്തി അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷൈൻ ചെയ്യാറുണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ. എനിക്ക് രചന എന്നുള്ള പേരിട്ടത് എൻ്റെ അമ്മാവനാണ്. അത് വീട്ടുകാരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് അമ്മാവൻ പേരിട്ടു. എൻ്റെ ഏട്ടനും രജനീകാന്ത് എന്നുള്ള പേരിട്ടത് അമ്മാവൻ തന്നെയാണ്. അമ്മാവൻ ഒരു രജനീകാന്ത് ഫാൻ ആയിരുന്നിരിക്കണം, ഇപ്പോഴും ആയിരിക്കണം, അതുണ്ടാവും. തീർത്ഥാടനത്തിലെ എൻട്രിയും എൻ്റെ ലൈഫിൽ മൊത്തം സിനിമയായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴേ മൊത്തം മറിമായം കളികളാണ്. ശരിക്കും പറയാച്ചാൽ തീർത്ഥാടനം ഞാൻ ഡാൻസ് കൊറിയോഗ്രാഫി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. എൻ്റെ ടീച്ചറിനെ, കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ടീച്ചറുണ്ട്, കവിത ചേച്ചീനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് തീർത്ഥാടനം സിനിമയിൽ. അപ്പം നോർമലി നമ്മൾ കാണുന്ന പോലെ ചില സിനിമകളിലൊക്കെ ആൾക്കാരുടെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിലുള്ള ആൾക്കാർ എന്നെ വിളിച്ച് അഭിനയിപ്പിക്കും എന്ന് പറയണ പോലെ ഈ ഹീറോയിനായിട്ട് ചെയ്യണ അശ്വതിയുടെ, അതായത് സുഹാസിനി മാമിൻ്റെ ചെറുപ്പകാലം ചെയ്യണ അശ്വതിയുടെ കൂടെ 2 കുട്ടികൾ വേണം. അപ്പോൾ അതിലൊരു കുട്ടി എൻ്റെ ഫ്രണ്ടാണ് റോമി, വേറൊരു കുട്ടീനെ വേണം. ആ കുട്ടിക്ക് എന്തോ വരാൻ സൗകര്യപ്പെടാകയോ അങ്ങനെ എന്തോ വന്നപ്പോൾ
ഞാൻ എന്തായാലും ഇവർക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പാവാടയും പിടിച്ച് പാടത്തുകൂടെ ഓടുന്നുണ്ട്. അപ്പോൾ പിന്നെ കണ്ണനങ്കിൾ ചോദിച്ചു, കണ്ണനങ്കിളായിട്ട് നല്ല അടുപ്പായിരുന്നു. അപ്പോൾ കണ്ണനങ്കിൾ ചോദിച്ചു എന്താ പിന്നെ നിനക്ക് തന്നെ ഈ റോള് ചെയ്താൽ എന്താന്ന് ചോദിച്ചു. പിന്നെ ഒബ്വിയസ്ലി ജയറാമേട്ടൻ്റെ പടം, അതിലുപരി MT വാസുദേവൻ നായർ സാറിൻ്റെ സ്ക്രിപ്റ്റ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ചും ഡാൻസാണ് അതിലും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് തീർത്ഥാടനത്തിൽ ഞാൻ കയറി പറ്റിയത്. കോയിൻസിഡൻസ് തന്നെയാണ്. അങ്ങനെ സിനിമ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല. എന്തിനു പറയണു, മറിമായം പോലും ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിച്ചിട്ടേ ഇല്ലാത്ത കാര്യമാണ്. മുമ്പൊക്കെ ഉണ്ടായിരുന്നു അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വിട്ടു. ഞാൻ RJ ആയി റേഡിയോ മാംഗോയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ B.Ed എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് സ്കൂളിൽ ജോലി ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ട്രീം ടോട്ടലി മാറിപ്പോയി. ഡാൻസ് ഒപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നെങ്കിലും സിനിമ എന്ന് നമ്മൾ ആലോചിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറിമായത്തിലേക്കുള്ള ചാൻസ് വരണേ. ആ മറിമായത്തിലെ ചില എപ്പിസോഡ്സ് കണ്ടിട്ട് സത്യൻ അന്തിക്കാട് സാറ്, അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ദീപു അന്തിക്കാട്, ദീപു ചേട്ടനാണ് ലക്കി സ്റ്റാറിൻ്റെ ഡയറക്ടർ. അപ്പോൾ സത്യൻ സാർ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് സത്യൻ സാറിൻ്റെ മകൻ്റെ അടുത്ത്. അപ്പോൾ അനൂപാണ് സത്യൻ സാറിൻ്റെ മകൻ. അനൂപിൻ്റെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് ICU എന്നാണ്, അതിന് വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അത് ചെയ്തു. ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ദീപു ചേട്ടൻ എന്നെ ലക്കി സ്റ്റാറിന് വിളിക്കണം. അപ്പം ലക്കി സ്റ്റാറിനെ വിളിച്ച സമയത്ത് ആളിങ്ങനെ കുറേ സീൻസ് തന്നിട്ട് അതൊക്കെ ചെയ്യിപ്പിച്ച് നോക്കി, ആൾ റെക്കോർഡ് ചെയ്ത് നോക്കി, എല്ലാം ചെയ്ത് നോക്കി. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കൺഫേംഡ് ഞാനാണ് ചെയ്യണേന്ന് കൺഫേംഡ് ആയ ശേഷമാണ് ഞാൻ അറിഞ്ഞത് ജയറാമേട്ടനാണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും ഞാൻ 98 തീർത്ഥാടനത്തിൽ ജയറാമേട്ടൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നായികയായിട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു റോളാണ് ലക്കി സ്റ്റാറിൽ ചെയ്തത്. മേ ബി എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമായിരിക്കും അത്. പണ്ട് തെലുങ്ക് പടത്തിൽ ചിരഞ്ജീവിയുടെ നായികയായിട്ട് വിളിച്ചതാ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോഴാ പ്രേമമൂർത്തി ആളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ തൃശ്ശാസനൊക്കെ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ടവളായി ഞാൻ. എന്ത് ചെയ്യാനാ, എന്റെ വിധി. എനിക്ക് ഈ ഗതി തന്നെ വരണം. അല്ലെങ്കിലും ഈ അഭിനയം എന്നൊക്കെ പറയണത് കായികാഭ്യാസം വേണ്ട ഒരു കലയാണല്ലോ. ഓടണം, ചാടണം, ഇടികൂടണം. അതുപോലെ ഇതും ഒരു കായികാഭ്യാസം വേണ്ടൊരു കല, അഭിനയം ആണെന്ന് വിചാരിച്ചാൽ മതി അല്ലേ? അല്ലേ? മാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ടാവാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ സഹായിക്കുക എന്ന് പറയണത് ഒരു പുണ്യപ്രവൃത്തി തന്നെയല്ലേ? മാത്രമല്ല, കുട്ടിയായിട്ട് രക്തബന്ധം ഒന്നും ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഈസി ആയിട്ട് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം അല്ലേ? ഈ അമേരിക്കക്കാർക്ക് എന്താ നേരത്തെ വരാൻ തോന്നാഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് രഞ്ജേട്ടാ. ഞാൻ ആകെ കൂടി തീർത്ഥാടനത്തിൻ്റെ സമയത്ത് മാത്രമേ ജയറാമേട്ടനെ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം പാർമിക്കാവിൽ ഒരിക്കൽ അദ്ദേഹം കൊട്ടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. എനിക്കും ഇത്തിരി പ്രാന്തുണ്ട്, ആനയും കൊട്ടലും പൂരവും ഒക്കെ, തൃശ്ശൂർക്കാരിയായ കാരണമായിരിക്കാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, TV കാണാറുണ്ട്, അങ്ങനെയുള്ളൊരു പരിചയമുള്ളൂ. പിന്നെ ഞാൻ കാണുന്നത് ലക്കി സ്റ്റാറിൻ്റെ പൂജയുടെ സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി വിലയിരുത്താൻ ഞാനൊരു വ്യക്തിയെ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കണേ. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയൊന്നും പറയാൻ നമ്മളൊട്ടും അവകാശമില്ല നമുക്ക്. പക്ഷെ
ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കണ്ടു പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെ ഒപ്പമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ് ചെണ്ട കൊട്ടാൻ കഴിയുക എന്നുള്ളത്. അത് യാതൊരു മടിയുമില്ലാതെ ഇത്രയും വലിയൊരു ആക്ടറാണ് എന്നുള്ളൊരു മടിയൊന്നുമില്ലാതെ എവിടെ വേണമെങ്കിലും അത് അദ്ദേഹം സന്തോഷത്തോടു കൂടി ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് കാണുന്നു. അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ ആവാൻ ഞാനും ശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ. ടി വിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ചാലഞ്ചൊന്നും ആയിട്ട് തോന്നിയില്ല. പക്ഷെ സീരിയലിൽ കാണുന്നവരെ സിനിമയിൽ കാണാൻ അല്ലെങ്കിൽ അതിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ പലരുടെ അടുത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സീരിയലിൽ വരുന്നത് അതെനിക്ക് തോന്നുന്നു. സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ കാണുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ. സീരിയൽ എന്ന് പറയുമ്പോൾ എന്നും നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരെ പോലെയാണ്. അപ്പോൾ എനിക്ക് അത് ശരിക്കും പറയാച്ചാൽ ഭയങ്കര ഭാഗ്യമായിട്ടാണ് വന്നിരിക്കണേ. കാരണം ഇപ്പോഴും ഞാൻ ചെയ്യുന്നില്ല, ഞാനിപ്പോൾ മറിമായം ചെയ്യണില്ല, ചെയ്യാതെയും ഇപ്പോഴും എവിടെ ചെന്നാലും മറിമായത്തിലെ വത്സലമാടല്ലേ ഞങ്ങൾക്കറിയാം കേട്ടോ, അങ്ങനെ പറയാം. അപ്പോൾ അതെന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ അവരുടെ വീട്ടിലൊരു അംഗമായിട്ടാണ്, അല്ലെങ്കിൽ അവർ സ്ഥിരം ഓഫീസിൽ പോകുമ്പോൾ കാണുന്ന ഒരു സ്ത്രീനെ പോലെയാണ് അവർക്കൊക്കെ തോന്നിയിട്ടുള്ളത്. എത്ര സിനിമകൾ നല്ല ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും മറിമായത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത്തും ആ ഒരു സപ്പോർട്ടും ആ ഒരു സന്തോഷവും ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. പിന്നെ പറയേണ്ടതാണ് ലക്കി സ്റ്റാറിൻ്റെ കാര്യം. അപ്പോൾ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് തോന്നും ടി വിയിൽ വരുന്ന ആൾക്കാരെ. ഫിലിമിൽ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ കുറച്ച് ഒരു അകൽച്ച പൊതുവെ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാറുണ്ട്. ആ ഒരു ഡിഫറൻസ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ചാലഞ്ച് ഒന്നും തോന്നിയിട്ടില്ല. കാരണം അവിടെയും നമ്മൾ അഭിനയിക്കുകയാണ്, ഇവിടെയും നമ്മൾ അഭിനയിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. ആ എപ്പിസോഡ് ഞാനതിന് ഡോക്ടറായിട്ടാണ് ചെയ്തത്. അത് ഞാൻ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെയോ നാലാമത്തെയോ എപ്പിസോഡായിരുന്നു ആ ഷൂട്ട്. അത് ഞാൻ ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ MD ആയിട്ടായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പാവപ്പെട്ട രോഗി വന്നിട്ട് അയാളെ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ആ കോൺസെപ്റ്റ് തന്നെ അന്ന്. ആ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കുറേ ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറേ അപ്ലോഡഡായി ആ ഡയലോഗ്. പിന്നെ എൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഫോർവേഡായിട്ട് വരാൻ തുടങ്ങി. കിഡ്നി എന്ന് പറയുന്ന ഒരു സംഭവം വരാൻ തുടങ്ങി. ഇതുപോലെ 2-3 സ്ഥലത്ത് ചെല്ലുമ്പോൾ പയ്യന്മാരില്ലേ, ചെറിയ പയ്യന്മാർ, ചേച്ചി കിഡ്നി കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണു എന്നുള്ളൊരു സന്തോഷമാണ് ഏറ്റവും അധികം ഉണ്ടായിട്ടുള്ളത്. മറിമായത്തിൽ സീരിയലിൻ്റെ ടൈമിൽ ഇതുപോലെ കുറേ നല്ല ഇൻസിഡൻസ്. ശരിക്കും പറയാച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം സ്പോണ്ടേനിയസ് ആണ്. നമ്മൾക്ക് ഒരു സ്ക്രിപ്റ്റ്, ഒരു മെയിൻ ഒരു ഔട്ട്ലൈൻ ആദ്യം ഉണ്ടെങ്കിലും നമ്മൾ അപ്പം അവിടെ ഇരുന്നിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണതാണ് ഇതുപോലെയുള്ള ഓരോരോ സംഭവങ്ങൾ. കിഡ്നി എന്ന് പറയണ പോലത്തെ ഓരോന്ന് നമ്മൾ അപ്പം ഡെവലപ്പ് ചെയ്യണതാണ്. അതിന് എൻ്റെ ആക്ടേഴ്സ്, എൻ്റെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ സർ, അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും, മണികണ്ഠേട്ടൻ, നിയാസ്ക, വിനോദേട്ടൻ, സ്നേഹ, ശ്രീകുമാർ, എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയാച്ചാൽ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു റിസൾട്ട് വരാൻ കാരണം. അത് പനിഷ്മെന്റാ. ലോലിതനെ ഇന്നലെ 11 മണിക്ക് മുങ്ങിയത് അമ്മൂമ്മ മരിച്ചെന്നും പറഞ്ഞ് കൊച്ചു നമ്മുടെ വണ്ടോതിരി മേഡത്തിന്റെ അതിനുള്ള പനിഷ്മെന്റാ. അപ്പൊ ഞാൻ അന്ന് വന്നപ്പോഴും ഇതന്നെയായിരുന്നല്ലോ. ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മുങ്ങൂല്ലേ? അതെ അതെ. കുട്ടിക്ക് ഭയങ്കര വാശിയാന്ന് തോന്നുന്നു. ഭയങ്കര വാശിയാ. അത് സ്റ്റെപ്പാ. അവൻ അങ്ങനെ പലതും ചെയ്ത് കുട്ടി ഉറക്കും. സാറില്ലേ? എന്തിനാ സാറ്? ഞാനില്ലേ? വിധവാ പെൻഷൻ ശരിയാക്കാനല്ലേ? ഞാൻ ചെയ്തു തന്നാ പോരെ? സാർ വെറുതെ ഇരിക്കാണോ? താൻ ഫേസ്ബുക്കിലുണ്ടോ?
ഈ ഗൂഗിളിൽ കയറാറുണ്ടോ? ഹേയ്, എനിക്കങ്ങനെ അവിടെ ഇവിടെയും കയറുന്ന ശീലമില്ല. അല്ല അതല്ല, നെറ്റില് ഗൂഗിളില് എൻ്റെ വിധവാ പെൻഷൻ ശരിയാവണമെങ്കിൽ ഗൂഗിളിൽ കയറണോ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിശേഷങ്ങൾ ചോദിച്ചതാ കേട്ടോ.